ഇന്ന് നമുക്കൊരു കഥാപാത്രത്തെ പരിചയപ്പെടാം. ചരിത്രം സൃഷ്ടിച്ചൊരു കഥാപാത്രം. ചരിത്രം ചിലരെ സൃഷ്ടിക്കും, ചിലരെ ഇല്ലാതാക്കുകയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ചരിത്രത്തെ കൊണ്ട് തന്നെ ഈ ധാരപ്പ ഈ കോമാളി എന്ന് ചോദിപ്പിച്ചൊരു കഥാപാത്രമാണ് ലോലാവൻ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പെണ്ണിന്റെ മാനത്തിന് വില കൊടുക്കാതെ പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് അബോർഷൻ നടത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് സ്കൂട്ടായ പ്രേമോത്സുക കുൽസിതൻ. ഒരു കാലത്ത് ചാനൽ ചർച്ചകളില് കോൺഗ്രസുകാരുടെ ശിംഗമായിരുന്നു ഈ അവതാരം എന്ന് തന്നെയാ പറഞ്ഞു കേട്ടോ. അക്ഷരമൊന്നും മാറിയിട്ടില്ല. ഈ മഹത്പിറവിയുടെ കയ്യിലിരിപ്പിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതാണ്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ് എന്ന് വിളിച്ചിരുന്ന വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനുള്ള ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ അനാശാസ്യമായി കണ്ട കുടിലത തന്നെ. ഓ, അതൊക്കെ ഒരു കാലം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അന്ന് മുഖ്യമന്ത്രി അധിക്ഷേപിക്കുമ്പോ ലവൻ കരുതി കാണില്ല ഈ വാക്കുകള് ബൂമറാങ് പോലെ തിരികെ വന്ന് സ്വന്തം രാഷ്ട്രീയ ജീവിതം തന്നെ കലക്കി മറിക്കുമെന്ന്. പക്ഷേ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ മാത്രമല്ല, പ്രവൃത്തിയിലും കക്ഷി കില്ലാടി തന്നെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവാൻ ജനാധിപത്യം മാത്രം മതിയാകില്ലെന്നും ചില ഗിമ്മിക്കുകളൊക്കെ വേണമെന്നും തെളിയിച്ച കക്ഷിയാണ് ഈ മാങ്കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഓർമ്മയില്ല ആ തെരഞ്ഞെടുപ്പ് കാലം? യഥാർത്ഥ വോട്ടർമാർ വേണ്ട, വ്യാജ ഐ ഡി കാർഡ് മതി ജയിക്കാനെന്ന് മലയാളികളെ പഠിപ്പിച്ച ഫേക്ക് ഐ ഡി കാലം. അന്ന് സ്വന്തം അണികളെ പോലും പറ്റിച്ച മിടുക്കുകൊണ്ട് എന്നും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതിയെങ്കിൽ രാഹുലെ നിനക്ക് തെറ്റി. നിന്റെ അഭ്യാസം തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന്. പിന്നെ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പിരിച്ച ഫണ്ട് അതെവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണീരിൽ പോലും കൈയിട്ടു വാരിയ മാനേജ്മെന്റ് വൈദഗ്ധ്യം കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. സഹായിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി അടപടലം പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ഈ പരിപാടി എത്ര വൃത്തിയായിട്ടാണ് ഈ മാങ്കൂട്ടവും കിങ്കരന്മാരും ചെയ്തത്. വാങ്ങിക്കാറില്ല, നമ്മള് പതിവേറായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. അങ്ങനെ വന്ന് ഈ മാങ്കൂട്ടത്തരങ്ങൾക്ക് ഒരു ക്ലൈമാക്സ് വന്നിരിക്കുന്നു. രാഷ്ട്രീയ വഞ്ചനകൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ഒടുവിൽ ഈ നരാധമന്റെ ലൈംഗികാഭാസത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരിക്കുന്നു. ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ BGM ഒക്കെ ഇട്ട് മാസടിച്ച് റീലിറക്കിയിരുന്ന അവതാരം രായ്ക്കു രാമാനം നാട്ടിൽ നിന്ന് ഒളിച്ചോടി. ഗർഭിണിയാകണമെന്ന് പറഞ്ഞ് അതിജീവിതയെ നിർബന്ധിക്കുകയും പിന്നീട് ജീവൻ പോലും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ നൽകി ഗർഭചിത്രം നടത്തുകയും ചെയ്ത സൈക്കോപാത്തിന്റെ സ്വാഭാവിക പതനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ആരോപണം ഉയർന്നപ്പോൾ രക്ഷിക്കാനെത്തിയ ഹെഡ്മാസ്റ്ററെയും ഇരയെ അധിക്ഷേപിച്ച് കവചമൊരുക്കിയ വെട്ടുകിളി കൂട്ടത്തെയും ഇപ്പൊ കാണാനേ ഇല്ല. സ്വന്തം പാർട്ടിക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധം ഒരാളും ചെയ്യാത്ത ചെയ്തികൾ ഇതാ അഴിക്കുള്ളിലേക്ക്. ഫേക്ക് ഐഡിയിൽ തുടങ്ങി ഫണ്ട് തട്ടിപ്പിലൂടെ വളർന്ന് ഒടുവിൽ പീഡന കേസിൽ തകർന്ന് തരിപ്പണമായ പൊളിറ്റിക്കൽ ലീഡറുടെ തലകുത്തനെ വീണ ഗ്രാമം. ഇനിയെങ്കിലും വിശന്നിരിക്കുന്നവൻ ആശ്വാസമേകുന്ന ആ പൊതിച്ചോറിനെ കളിയാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. വിശക്കുന്നവൻ്റെ അന്നത്തെക്കാളും വലുതല്ല നിങ്ങളുടെ ഈ പൊള്ളയായ രാഷ്ട്രീയ ഗീർവാണങ്ങൾ. മോനെ രാഹുലേ, നീ ഈ പതനം ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. ഇനി കോൺഗ്രസ്സുകാരോട് നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും.